and the life. No one comes to the Father but by me. John chapter 14, verse 6. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. വലുതേരെ വരുത്തി പറയാമോ? ഹല്ലേലൂയ. 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 സ്നേഹമുള്ളവരെ, നമുക്ക് ദൈവം ഈ പുൽക്കൂട്ടിലേക്ക് കൂടുതൽ നടന്നെടുക്കാൻ ദൈവം ഇടവരുത്തുന്നതിന് നന്ദി പറയാം. നമ്മൾ ക്രിസ്മസിൻ്റെ അടുത്ത നാളുകളിലേക്കൊക്കെ ഒരുങ്ങുകയാണ്. ദൈവം നമുക്ക് തരുന്ന ഈ നല്ല സൗഭാഗ്യത്തിന് നന്ദി പറയാം. ഇന്ന് തിരുനാളിൻ്റെ ഈ പിറവി തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പുൽക്കൂടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ധ്യാന ചിന്ത പങ്കുവെക്കാമെന്ന് കരുതുകയാണ്. പുൽക്കൂടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ധ്യാന ചിന്ത, അത് ക്രിസ്തീയ ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. നമ്മളെപ്പോഴും പാടുന്ന പാട്ടാണ്. നമ്മുടെ കല്ലടാവിൽ കാലികൾ മധ്യേ ഉണ്ണി യേശോ കീറ്റുശീലയ്ക്കുള്ളിൽ അവർ പുഞ്ചിരിച്ചു ഒന്നിച്ചങ്ങെ ആരാധിക്കുക, അങ്ങനെയൊക്കെ പാടാറുണ്ടല്ലേ. കല്ലടാവിൽ കാലികൾ മധ്യേ ഉണ്ണി യേശോ പിറന്നു. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ദാരിദ്ര്യത്തിൻ്റെ ഒരു പുൽക്കൂട്. നമ്മുടെ ഇവിടെ ഒരു പുൽക്കൂട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് നമ്മുടെ പള്ളിയിൽ, അതും ഈ പുല്ലിൻ്റെ ഒരു കൂടാണ്, പുൽക്കൂട്. യഥാർത്ഥത്തിൽ നമുക്ക് ഈ ദാരിദ്ര്യാവസ്ഥയിലേക്ക് ദൈവപുത്രൻ ജനിച്ചപ്പോൾ എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുക? നമുക്കറിയാം, നമ്മളും ജീവിതത്തിൽ ഒരുപാട് ദാരിദ്ര്യമൊക്കെ പല മേഖലകളിൽ അനുഭവിക്കുന്നവരുണ്ട്. പല മേഖലകളിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. ഈ ദാരിദ്ര്യവും യഥാർത്ഥത്തിൽ ഈശോയുടെ ദാരിദ്ര്യവും തമ്മിലുള്ള ബന്ധം, എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മളിന്ന് ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക ക്ലേശം, അതാണോ യഥാർത്ഥത്തിൽ ഈശോയുടെ ഈ ദാരിദ്ര്യ അവസ്ഥ? സ്നേഹമുള്ളവരെ, നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തീയ ദാരിദ്ര്യം എന്താണ്? നമുക്കറിയാം, നമ്മൾ ഈ ക്രിസ്മസ് ധ്യാനിക്കുമ്പോൾ വെറുതെ ഒരു ആഘോഷത്തെ ധ്യാനിച്ചിട്ട് കാര്യമില്ല. ഈശോയുടെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു, ഈശോയുടെ മനോഭാവം എന്തായിരുന്നു, ഈശോയുടെ മനസ്സിൻ്റെ ശൈലികൾ, ജീവിത ശൈലികൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ അറിയണം. ഈശോയോട് അനുരൂപപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം രക്ഷ പ്രാപിക്കുക. അതുകൊണ്ട് വെറുതെ ഒരു ആഘോഷം നടത്തി പോവുകയല്ല. ഈശോ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്, ഈശോ എന്ത് ഫിലോസഫിയാണ്, തത്വശാസ്ത്രമാണ് വെച്ചു പുലർത്തിയത്, ഈശോയുടെ ജീവിതശൈലി എന്തായിരുന്നു, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ക്രിസ്ത്യാനികളാകാൻ പറ്റില്ല. അതുകൊണ്ട് ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. അവനാണ് എൻ്റെ ശിഷ്യൻ. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഈശോയുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഈശോയെ പോലെ ആകുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് നമ്മൾ ഈ പുൽക്കൂടിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഒന്ന് മനസ്സിരുത്തി ധ്യാനിക്കണം. യഥാർത്ഥത്തിൽ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം കേൾക്കണം. അച്ഛന് ഞങ്ങളെ ഉതപ്പിന് കാരണമാക്കി എന്തൊക്കെയോ പഠിപ്പിച്ചു എന്ന് ചിന്തിക്കരുത്. അച്ഛന് പാഷണ്ഡതയാണ് പറയുന്നത് പഠിപ്പിക്കുന്നതെന്നൊന്നും ചിന്തിക്കരുത്. ഞാൻ ഈ പറയുമ്പോൾ ഒരു പക്ഷത്തുണ്ടെങ്കിൽ അങ്ങനെ തോന്നിയേക്കാം, പക്ഷേ അതല്ല. കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും പഠിപ്പിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ശ്രദ്ധയോടെ കേൾക്കണം. യേശു ദരിദ്രനായിരുന്നോ എന്നാണ് ചോദ്യം. നമ്മൾ സൂക്ഷ്മമായി പുസ്തകം വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈശോ അത്ര കണ്ട് ദരിദ്രനായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബൈബിളിൽ പുതിയ നിയമം സൂക്ഷ്മമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈശോയുടെ മാതാപിതാക്കളെ എടുത്താൽ തീർത്തും ദരിദ്രരായിരുന്നു അവർ. ബൈബിളിലൂടെ സഞ്ചരിച്ച നമുക്ക് മനസ്സിലാകും, ജോസഫ് വളർത്തുപിതാവാണ്. ജോസഫ് അത്ര കണ്ടൊരു ദരിദ്രനായിരുന്നു. ജോസഫിനെ കുറിച്ച് ബൈബിൾ ഉപയോഗിക്കുന്ന പദം ടെക്ടോൺ എന്നൊരു പദമാണ്. ടെക്ടോൺ എന്ന് പറഞ്ഞാൽ തച്ചൻ. തച്ചൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ളൊരു അർത്ഥമല്ല ടെക്ടോൺ എന്ന ഗ്രീക്ക് പദം.
ജോസഫ് ഒരു തച്ചനായിരുന്നു എന്ന് എഴുതുമ്പോൾ പദം ടെക്ടോൺ എന്നൊരു പദം ഉപയോഗിക്കുമ്പോൾ ആ പദത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വെറുതെ ഒരു ആശാരി എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെയൊക്കെ പൂട്ടൊക്കെ പിണഞ്ഞു പോകുമ്പോൾ, അത് തുറക്കാനാകാതാകുമ്പോൾ, പൂട്ട് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ പെട്ടെന്നുള്ള വിളിക്കും, രാഘവ എവിടെ ഇപ്പോൾ, ഇങ്ങോട്ട് വന്നേ, ദേ പൂട്ട് പറഞ്ഞു. അപ്പോൾ രാഘവൻ വരും. ഉടനെ നമ്മളത് ശരിയാക്കി തരുമ്പോൾ നമ്മൾ രാഘവൻ്റെ കയ്യിലേക്ക് ഒരു 50 രൂപ വെച്ച് കൊടുക്കും. നമുക്ക് അങ്ങനത്തെ ഒരു തച്ചനായിരുന്നില്ല. ടെക്ടോൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു കാർപ്പൻ്റർ എന്ന അർത്ഥത്തിലല്ല. അതിൻ്റെ മീനിങ് ആർക്കിടെക്റ്റ് എന്നൊരു പദത്തിലാണ് ഉപയോഗിക്കുക. സൂപ്പർവൈസർ എന്നൊരു പദം അതിൻ്റെ മീനിങ് ആണ് അതിനോട്. സൂപ്പർവൈസർ, ആർക്കിടെക്റ്റ്. അങ്ങനെയെങ്കിൽ സാധാരണ ഒരു തച്ചനായിരുന്നില്ല യൗസേപ്പ് പിതാവ്. അദ്ദേഹത്തിന് ഒരു ആലയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും അവിടെ നമ്മൾ ജെറുസലേമിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് നസ്രത്തിൽ പോകുമ്പോൾ, ഗലീലയിൽ പോകുമ്പോൾ അവിടെ ജോസഫിൻ്റെ ആലയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പണിശാല, ജോസഫിൻ്റെ പണിശാല. പ്രിയപ്പെട്ടവരെ, അത് ഇന്നും ആർക്കിയോളജിയിൽ സൂക്ഷിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ ജോസഫിന് ഒരു വീട്, ജോസഫിന് ഒരു പണിശാല ഒക്കെ ഉണ്ടായിരുന്നു. അത്ര കണ്ട് ദാരിദ്ര്യം ഉള്ള ആളായിരുന്നില്ല ജോസഫ്. വീണ്ടും ജോസഫിനെ കുറിച്ച് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ജോസഫിന് 2 കഷണം പറമ്പ്, 2 തുണ്ട് പറമ്പുണ്ടായിരുന്നു സ്വന്തമായി. ഒന്ന് അദ്ദേഹം അധ്വാനിച്ച് ജീവിച്ച് നേടിയെടുത്ത ഒരു തുണ്ട് പറമ്പാണ് നസ്രത്തിലുള്ളത്. അതുകൊണ്ടാണ് നസ്രത്തിൽ അവർ വന്ന് താമസമുറപ്പിച്ചു. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. നസ്രത്തിലൊരു വീടുണ്ടായിരുന്നു ഈശോയ്ക്ക്. അത് ജോസഫ് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീടാണ്. റോമാ ഗവർണറെ ഭയപ്പെട്ട് ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത് വന്നപ്പോൾ ജെറുസലേമിൽ വീണ്ടും ഹെറോദ് അന്തിപ്പാസാണ് ഭരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം അവിടെ നിന്ന് നസ്രത്തിൽ വന്ന് താമസിച്ചു. ഈ നസ്രത്തിൽ അദ്ദേഹത്തിന് താമസിക്കാൻ ഒരു വീട് അദ്ദേഹം ഉണ്ടാക്കി. എന്നാൽ അദ്ദേഹത്തിന് മറ്റൊരു പറമ്പ് ബത്ലഹേമിൽ 100 മൈലുകൾക്കിപ്പുറം ജെറുസലേമിനടുത്തുള്ള ബത്ലഹേമിനുണ്ടായിരുന്നു. ഒന്ന് ഗലീലിയിൽ, ഒന്ന് ജെറുസലേമിനടുത്ത് ബത്ലഹേമിൽ. അതുകൊണ്ടാണ് അദ്ദേഹം പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരമായ എവിടെ പോയി? നഗരങ്ങളിലേക്ക് പോയി. ജോസഫ് എവിടെ നിന്നുള്ളവനായിരുന്നു? ബത്ലഹേമിൽ നിന്നുള്ളവനായിരുന്നു. കൊണ്ട് പേരെഴുതിക്കാൻ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോയി. അവിടെ കുടുംബം അവിടെയായിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് അനുമാനിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബം അവിടെ ഉണ്ടായിരുന്നു. കുടുംബത്തിൽ ഒരു വീതം മകനെന്ന നിലയിൽ അവിടെ ഉണ്ടായിരുന്നു. ചിന്തിച്ചാൽ ജോസഫിന് 2 കഷണം പറമ്പ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, താങ്കളുടെ നഗരത്തിൽ പോയപ്പോൾ ജോസഫ് അവിടെയും ഒരു തുണ്ട് പറമ്പ് ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കും. വീണ്ടും നമുക്ക് മനസ്സിലാക്കാം, ഈശോ ഒരു തെരുവ് കുട്ടിയായിരുന്നില്ല. ഈശോ വളർന്നതും ജനിച്ചതും ഒരു കുടുംബത്തിലായിരുന്നു. ബന്ധുബലമുണ്ടായിരുന്നു. അനാഥമായൊരു ബാല്യം ആയിരുന്നില്ല ഈശോയ്ക്കുണ്ടായിരുന്നത്. മാതാപിതാക്കളുണ്ടായിരുന്നു, സഹോദരങ്ങളുണ്ടായിരുന്നു, വളർത്തച്ഛനൊരു ജോലിയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ തരത്തിലും ഒരു സോഷ്യൽ സെക്യൂരിറ്റി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. ഇനിയും ഈശോ ജനിച്ചപ്പോൾ പൂജരാജാക്കന്മാർ വന്ന് അവന് കാഴ്ചവെച്ചു. എന്തൊക്കെയാണ് കാഴ്ചവെച്ചത്? പൊന്ന്, മേറ, കുന്തിരിക്കം. പൊന്ന് എന്ന് പറഞ്ഞാൽ സ്വർണം. ഈശോയ്ക്ക് രാജാക്കന്മാർ പൊന്ന് കാഴ്ചവെച്ച് അവർ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് എന്ന് പറഞ്ഞാൽ പാത്രത്തിലാണ് കൊണ്ടുവന്നത്. അതൊരു പേഴ്സിനകത്ത് കൊണ്ടുവന്നല്ല, അത് ഒരു ചുമന്ന പേപ്പറിനകത്ത് പൊതിഞ്ഞ പൊന്നല്ല, മറിച്ച് ഒരു പാത്രത്തിൽ. ഒരു വീട്ടിൽ ഇത്തിരി പൊന്നൊക്കെ ഉള്ളത് ചില്ലറ കാര്യമാണോ? ഇത്തിരി പൊന്നൊക്കെ ഉള്ളത് ആ വീട്ടിൽ ഇത്തിരി പണമൊക്കെ ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അപ്പം ചോദിച്ചേക്കാം, പിന്നെന്തിനാണ് അച്ഛാ നമ്മളിന്നും പാടുന്നത് ഈ കല്ലടാവിൽ കാലികൾ മധ്യേ ഉണ്ണീശോ കീറ്റുശീലയ്ക്കുള്ളിൽ പിറന്നു എന്ന് പറയാൻ കാര്യം എന്താ? എന്തിനാണ് ഈ കല്ലടാവ്? വളരെ
ശ്രദ്ധയോടെ നമ്മൾ വായിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈശോ ജനിച്ചപ്പോൾ ഈശോ ജനിച്ച് ഈശോയെ കിടത്തുന്നത് ഈ പുൽത്തൊട്ടിലാണെങ്കിലും അവർ വന്ന് ഈശോയെ കാണുന്നത് ഒരു ഭവനത്തിലാണ്. ഇത് പാറമടയ്ക്കകത്തുള്ള ഒരു കല്ലടാവിൽ അല്ല വന്ന് കാണുന്നത്, മറിച്ച് ഒരു ഭവനത്തിലാണ് അവർ വന്ന് കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കാമോ? ആര് വായിക്കും? അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ടാരാധിക്കുകയും ചെയ്തു. അവരെവിടാണ് പ്രവേശിച്ചത്? ഭവനത്തിൽ, ഒരു വീട്ടിലാണ്. അപ്പോൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് പുൽക്കൂട്ടിൽ കിടത്തിയത്? അന്നത്തെ കാലത്ത് നമ്മുടെ UP കണക്കെ, MP കണക്കെ, മധ്യപ്രദേശ്, UP, ഉത്തർപ്രദേശൊക്കെ അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ എന്താണ് കാണുന്നതെന്നറിയാമോ? ഒറ്റമുറി വീടുകളാണ്. എല്ലാവർക്കും കൂടെ താമസിക്കാൻ വീടുണ്ട്. ആ വീടിൻ്റെ അരികിനോട് ചേർന്ന് അവർക്ക് ആ വീടിനെ തിരിച്ച് കന്നുകാലികളെ ഇടാനുള്ള സ്ഥലമുണ്ട്. സ്ത്രീകളുടെ പ്രൈവസി, സ്വകാര്യതകൾ സൂക്ഷിക്കേണ്ട സമയം വരുമ്പോൾ, പ്രത്യേകിച്ച് ഗർഭകാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അവർ ഈ പുൽത്തൊട്ടിലിനെ ആശ്രയിക്കും. അവിടെ ഒരു സ്വകാര്യതയുണ്ട്, ഒരു പ്രൈവസിയുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഈശോ ജനിച്ചത്. പക്ഷേ അവർക്കൊരു വീടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 2:11 അവർ ഭവനത്തിൽ പ്രവേശിച്ച്. ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിലും അത് തന്നെ പറയുന്നുണ്ട് വിദ്വാൻമാരെ കുറിച്ച്. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ കണ്ടു പൊന്നുമേറ കുന്തിരിക്കം കാഴ്ചവെച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പം പിന്നെ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് അവർക്ക് സത്രം കിട്ടിയില്ല എന്നെഴുതുന്നത്? സത്രത്തിൽ പോലും ഇടം ലഭിക്കാത്തത് കൊണ്ടാണ് അവർ ഈ വീട്ടിൽ കൊണ്ടുപോയി ഈ കല്ലടാവിൽ പ്രസവിച്ചത് എന്നൊരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് ജെറമിയായുടെ പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം 8-ാം വാക്യം വായിക്കണം. അതായത് ലൂക്കായും മത്തായിയും ഈ തിരുപ്പിറവിയുടെ മനുഷ്യാവതാര സംഭവങ്ങൾ എഴുതുമ്പോൾ അവർ എപ്പോഴും പഴയ നിയമത്തിൻ്റെ പ്രവചനങ്ങൾ എടുത്താണ് ഈ കാര്യങ്ങൾ സമർത്ഥിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, മത്തായിയുടെ സുവിശേഷവും ലൂക്കായുടെ സുവിശേഷവും മർക്കോസിൻ്റെ സുവിശേഷവും ഈവൻ യോഹന്നാൻ്റെ സുവിശേഷത്തിലും ധാരാളം പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണങ്ങൾ കാണാം. പഴയ നിയമം എന്തെഴുതി വെച്ചിട്ടുണ്ടോ അത് യേശുവിൽ പൂർത്തീകരിക്കുന്നതായിട്ട് അവരെഴുതി വെക്കും. ഇവിടെ സത്രത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല എന്ന് മത്തായി എഴുതിയതിനെ പിൽക്കാലത്ത് റീറൈറ്റ് ചെയ്തപ്പോൾ, വിശദീകരിച്ചെഴുതിയപ്പോൾ അങ്ങനെ എഴുതിയതാണ്. യഥാർത്ഥത്തിൽ ഈ പ്രവചനം എന്തായിരുന്നെന്നറിയാമോ? അത് ജെറമിയായുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കണം. അതിങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ പ്രതീക്ഷയും ദുരിതങ്ങളിൽ അവളുടെ രക്ഷകനുമായ അവിടുന്ന്. ആര്? ഇസ്രായേലിൻ്റെ പ്രതീക്ഷ ആരാ? ദൈവം, യഹോവ. ദുരിതങ്ങളിൽ അവളുടെ രക്ഷകൻ ആരാണ്? ദൈവം. ഇസ്രായേലിൻ്റെ പ്രതീക്ഷയും ദുരിതത്തിൽ അവളുടെ രക്ഷകനുമായ അവിടുന്ന് എന്തുകൊണ്ടാണ് ദേശത്ത് ഒരു അപരിചിതനെ പോലെയും രാത്രിയിൽ സത്രമന്വേഷിക്കുന്ന അഥവാ സങ്കേതമന്വേഷിക്കുന്ന വഴിയാത്രക്കാരനെ പോലെയും പെരുമാറുന്നത്? ജെറമിയ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്: ദൈവമേ, അങ്ങ് ഇസ്രായേലിൻ്റെ പ്രതീക്ഷയല്ലേ? അങ്ങ് ദുരിതങ്ങളിൽ ഞങ്ങളുടെ രക്ഷകനല്ലേ? അങ്ങ് എന്തിനാണ് ഞങ്ങളുടെ നാട്ടിൽ സത്രമന്വേഷിച്ച് നടക്കുന്നത്, വഴിപോക്കനെ പോലെ പെരുമാറുന്നത്? ഇത് നിന്റെ നാടല്ലേ? നീ സത്രമന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ഈ ദേശത്തിൻ്റെ ഉടമ നീയല്ലേ?
ഇത് നിന്റെ നാടല്ലേ. ദൈവം ഈ ലോകത്ത് അപരിചിതനല്ല എന്ന പ്രവചനമാണിത്. ഇത് മത്തായി എടുത്ത് എഴുതിയപ്പോൾ പിൽക്കാലത്ത് അതിനെ വ്യാഖ്യാനിച്ചവരും എഴുതിയവരും ഇങ്ങനെ എഴുതി, അവർക്ക് സത്രത്തിൽ ഇടം കിട്ടിയില്ല. അത് പിൽക്കാലത്ത് വന്ന എഴുത്തിൻ്റെ വ്യത്യാസം. യഥാർത്ഥത്തിൽ എഴുതേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്: ദ റൂം ഫോർ ദം വാസ് നോട്ട് ദ ഇൻ. അവർക്ക് വേണ്ട സ്ഥലം സത്രത്തിലല്ലായിരുന്നു. ഇതാണ് ഈ പ്രവചനത്തിൻ്റെ സത്ത്. ദൈവപുത്രന് വേണ്ട സ്ഥലം സത്രമല്ലായിരുന്നു. കാരണം ദൈവം ദേശത്ത് അപരിചിതനല്ല, സത്രം അന്വേഷിക്കുന്നവനല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കാണുന്ന ടാബ്ലോകളിലും ഈ യൗസേപ്പും മാതാവും കൂടെ ഉണ്ണിമിശിഹായെ വയറ്റിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ സത്രമാകുന്ന സത്രത്തിലെല്ലാം ചെന്ന് മുട്ടുകയും സത്രക്കാരൻ പലയാവർത്തി പറ്റില്ല, പൊക്കോ 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 എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട സത്രക്കാരനെ നമ്മൾ ഒരുപാട് ക്രൂശിക്കുകയും ചെയ്ത ചിത്രങ്ങളാണ് നമുക്കിപ്പോഴും ഉള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവർക്ക് വേണ്ടത് സത്രത്തിൽ. ദ റൂം ഫോർ ദം വാസ് നോട്ട് ദ ഇൻ. അവർക്ക് വേണ്ടത് സത്രമല്ലായിരുന്നു. അപ്പോൾ ചോദിക്കാം, അതുകൊണ്ടാണ് അവർ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വന്ന് അവിടെ ആ വീട്ടിൽ ഈ കുഞ്ഞിന് ജന്മം നൽകുന്നത്, ആ കുഞ്ഞിനെ സ്വകാര്യതയുടെ പേരിൽ ഈ പുൽത്തൊട്ടിയിൽ കിടത്തുന്നത്. ഇപ്പോൾ ചോദിച്ചേക്കാം, ഈ കീറ്റുശീല, പിള്ളക്കച്ച, അതുകൊണ്ടൊക്കെ എന്താണ് ഇങ്ങനെ പൊതിഞ്ഞത്? നമ്മൾ കരുതിയിരിക്കുന്നത് ഈ കീറ്റുശീല എന്ന് പറയുന്നത് കീറിയ തുണി ആണെന്നുള്ള ധാരണയാണ്. ഈ കീറ്റുശീല അഥവാ പിള്ളക്കച്ച എന്ന് പറയുന്നത് ലൂക്കോയുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം തിരുവചനത്തിലാണ് അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു. എന്താണ് ഈ പിള്ളക്കച്ച എന്ന് അറിയണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 4-ാം തിരുവചനം വായിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, സോളമൻ മഹാരാജാവ് ജനിച്ചപ്പോൾ സോളമനെ, രാജാവിനെ പൊതിഞ്ഞത് ഈ പിള്ളക്കച്ചയിലാണ്. പിള്ളക്കച്ചയിലാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സാഡ്ലിംഗ് ക്ലോത്ത്. ഓരോ യഹൂദ വനിതയും പെൺകുട്ടിയും തങ്ങളുടെ വയസ്സറിഞ്ഞാലുടൻ അവൾ ഒരു 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 സോഫ്റ്റ് സിൽക്ക് തൻ്റെ കുഞ്ഞിന് വേണ്ടി നെയ്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതവളുടെ വലിയൊരു സ്വപ്നമാണ്. തൻ്റെ കടിഞ്ഞൂൽ കൺമണിയെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ വേണ്ടി അവൾ സൂക്ഷിച്ചു വെക്കുന്ന ശ്രേഷ്ഠമായ ഒരു സോഫ്റ്റ് സിൽക്കാണിത്, പിള്ളക്കച്ച. ആ പിള്ളക്കച്ച പരിശുദ്ധ അമ്മയും പൊതിഞ്ഞ് സൂക്ഷിച്ചത്, ഉണ്ണിമിശിഹായി പൊതിഞ്ഞ് സൂക്ഷിച്ച സോഫ്റ്റ് സിൽക്കാണത്. രാജാക്കന്മാർ പരിചരിക്കപ്പെട്ട സാഡ്ലിംഗ് ക്ലോത്ത്, നേർത്ത പട്ട്. ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു വിഷയമുണ്ടെങ്കിൽ നമ്മളുടെ ചിത്രത്തിലുള്ള ദാരിദ്ര്യം പിടിച്ച, എങ്ങും സ്ഥലം കിട്ടാത്ത, അനാഥനായ, തെരുവുകുട്ടിയായ ഒരു ഈശോയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്നും മറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനിയും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജീവിതത്തിലും ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ ഈശോ അത്ര കണ്ട് ദരിദ്രനായിരുന്നില്ല. നമുക്കറിയാം, ഈശോയുടെ ശിഷ്യന്മാരുടെ കാര്യമെടുത്ത് നോക്കുക. ഈശോയുടെ ശിഷ്യന്മാരും ഈശോയും 12 പേർ ഒന്നിച്ച് നടക്കണം, 13 പേർ ഒന്നിച്ച് നടക്കുക. അവരുടെ കയ്യിൽ ഒരു പണസഞ്ചി ഉണ്ടായിരുന്നു. പണസഞ്ചി എന്ന് പറഞ്ഞാൽ പണം സൂക്ഷിക്കാനുള്ള സഞ്ചി. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 29-ാം തിരുവചനം, യൂദാസിൻ്റെ കയ്യിലായിരുന്നു പണസഞ്ചി. പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു. ഈ പണസഞ്ചി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്ക് കണക്കെ ഇത് ശേഖരിച്ച് വെക്കാനാണ്. എന്തിന്? പൈസ വേണം കാര്യങ്ങൾ നടക്കണമെങ്കിൽ. 13 പേരുടെ ഈ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ പണസഞ്ചി വേണം. അവരുടെ കൂടെ നടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം വേണമെങ്കിൽ പണസഞ്ചി വേണം. അപ്പോൾ ചോദിച്ചേക്കാം, ഈ പണസഞ്ചിയിൽ എങ്ങനെയാണ് പണം വന്നുകൊണ്ടിരുന്നത്? ഈശോയുടെ കയ്യിലെ പണസഞ്ചിയിൽ എങ്ങനെയാണ് പണം വന്നുകൊണ്ടിരുന്നത്? ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ പണത്തിൻ്റെ സോഴ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഈശോയ്ക്ക് എങ്ങനെയാണ് ഈ പൈസ വന്നത്? ഈശോയുടെ ഈ ടീമിന് പണസഞ്ചിയിൽ, ഈ പേഴ്സിൽ എങ്ങനെയാണ് പണം വന്നിരുന്നത്? അതിൻ്റെ ഒരു വഴി വായിക്കാമോ? ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം
1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആ 12 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. കുറേ സ്ത്രീകളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. മഗ്ദലേന മറിയം, 7 പിശാചുകൾ വിട്ടുപോയ മഗ്ദലേന മറിയം. പിന്നെ ആരൊക്കെയായിരുന്നു? ഹെറോദേസ് രാജാവിൻ്റെ കാര്യസ്ഥനായ കൂസ. ആരാണ്? കൂസായുടെ ഭാര്യയും പിന്നെ ആരാ? സൂസന്നയും മറ്റു പല സ്ത്രീകളും. ഈ പല സ്ത്രീകളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? തങ്ങളുടെ സമ്പത്തുകൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന പല സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഈ പണസഞ്ചിയിൽ പണം വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പേടിക്കണ്ട, ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. എന്താണ്? തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന പല സ്ത്രീകൾ. അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ കാലത്ത് സ്ത്രീകൾ ജോലിയൊന്നും ചെയ്തില്ല. സ്ത്രീകളെ ഒരു 2ാം കിട പൗരന്മാരായി കണ്ട ഒരു കാലമാണ് 2000 വർഷങ്ങൾക്ക് മുൻപ്. പക്ഷേ അന്ന് സ്ത്രീകൾ സഹായിച്ചെന്ന്. എങ്ങനെയായിരിക്കും അവരുടെ ഈ പൈസ വന്നത്? ഞാൻ ഊഹിക്കുന്നു ഭർത്താക്കന്മാരുടെ കീശയിൽ നിന്ന് ഇവരെടുത്ത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെ സഹായിച്ചിട്ടുണ്ടാവും. ഞാനങ്ങനെ അനുമാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് പണസഞ്ചി ഉണ്ടായിരുന്നു. പണസഞ്ചിയിൽ പണം വരുന്നുണ്ടായിരുന്നു. അത് വെച്ചായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നടത്തിയത്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈശോയെക്കുറിച്ചൊരു ചിത്രം കാണുമ്പോൾ, ദരിദ്രനായ ഈശോയെക്കുറിച്ച് ചിത്രീകരിക്കുമ്പോൾ, ചെരുപ്പിടാതെ നടക്കുന്ന, കീറിയ വസ്ത്രമിട്ട് നടക്കുന്ന, തലമുടി വെട്ടാതെ താടി വെടിക്കാതെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പിച്ചക്കാരൻ്റെ ഒരു ചിത്രമല്ല ഈശോയ്ക്കുള്ളത്. ഈശോയുടെ നിലപാട് നാം മനസ്സിലാക്കണം. എന്താണ് ദാരിദ്ര്യം? ഇങ്ങനെയൊക്കെ ആകെ ഒരു നിലയും വിലയും ഉണ്ടായിരുന്ന ഈശോ പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഈ ജനത്തോട് പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചോദിക്കുമ്പോ ഈശോയെ, അങ്ങനല്ലല്ലോ നിന്റെ അവസ്ഥ. നിനക്ക് വീടുണ്ടായിരുന്നു, സ്ഥലമുണ്ടായിരുന്നു, മാതാപിതാക്കളും ബന്ധുബലവും ഒക്കെ ഉണ്ടായിരുന്നു, അല്പം പണം ഉള്ള ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ശിഷ്യന്മാരായിട്ട് അവർ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ പ്രത്യേകത നമുക്കറിയാം. ഈ ശിഷ്യന്മാരൊക്കെ ധനികരായിരുന്നു. ഈശോയുടെ 2 ശിഷ്യന്മാർ, രഹസ്യത്തിൽ നടന്ന 2 ശിഷ്യന്മാർ, ഒന്ന് അരിമത്യക്കാരൻ ജോസഫ്, സമ്പത്തുള്ളൊരു ശിഷ്യനായിരുന്നു. നിക്കോദിമോസ് മറ്റൊരു 72 സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഒരാളായിരുന്നു. പണമുള്ള കൂട്ടുകാരും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. ഈശോയുടെ രഹസ്യ ശിഷ്യന്മാരായി കഴിഞ്ഞിരുന്ന അരിമത്യക്കാരൻ ജോസഫ് ധനികനായിരുന്നു. നിക്കോദിമോസ് നിലയും വിലയുമുള്ള ഒരു ജഡ്ജിയായിരുന്നു. മാത്രമല്ല, ഈശോയുടെ ശിഷ്യന്മാർക്ക് അവരും ദരിദ്രരായിരുന്നില്ല. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വന്തമായി വള്ളമുള്ള ഒരാളായിരുന്നു ശിമയോൻ. ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ 1 എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒരു ബോട്ട് ഒക്കെ ഉള്ള ആള്. ഒരു ബോട്ടൊക്കെ വാങ്ങിക്കണമെങ്കിൽ കടൽ തീരത്തിയ ആളുകളോട് ചോദിക്കണം എത്ര രൂപ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വള്ളം മഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിൽ പോയി. അവിടെ അതിൻ്റെ വില കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 40 പേര് കൂടിയിട്ട് കൂടാത്ത അവസ്ഥയിലാണ് ആ ബോട്ട് വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ വലിയ സന്നാഹങ്ങളൊക്കെ ആയപ്പോൾ ലക്ഷങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ബോട്ട് സ്വന്തമായി ഉണ്ടായിരുന്ന ആളായിരുന്നു ശിമയോൻ. 2, ഇവർക്ക് പങ്ക് കച്ചവടം ഉണ്ടായിരുന്നുണ്ട് ബൈബിളിലുണ്ട്. ദേ വർ പാർട്ട്നേഴ്സ് ഇൻ ബിസിനസ്. അതാണ് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 10-ാം തിരുവചനം. അതുപോലെ അവൻ്റെ പങ്കുകാരായ സബദി പുത്രന്മാർ യാക്കോബും യോഹന്നാനും എന്ന് എഴുതിയിട്ടുണ്ട്. ശിമയോൻ്റെ ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആയിരുന്നു ഈ യാക്കോബും യോഹന്നാനും. അങ്ങനെയെങ്കിൽ
ഇത്തിരി പണവും ഇത്തിരി പൊന്നും ഇത്തിരി സമ്പത്തും സൗകര്യങ്ങളും വളവും ഒക്കെ ഉള്ള ആളുകളായിരുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ഈ ക്രിസ്മസിന് നമ്മൾ ധ്യാനിക്കേണ്ടത് ഇതാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വചനം പറഞ്ഞത്? കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശപ്പറവകൾക്ക് കൂടുകളുണ്ടെന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഈ ഭൂമിയിൽ ഇടമില്ല. അത് കേട്ട് ആരാധനയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു അനോയിൻറ്റിങ്ങിന് വേണ്ടി ഒരുങ്ങണം. നമ്മൾ ഈ ബോധ്യം ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ, ഈശോയുടെ നിലപാടുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ ക്രിസ്മസ് വിജയിക്കുകയുള്ളൂ. ഈശോയോട് ചേർന്ന് നിൽക്കാനും ചേർന്ന് നടക്കാനുമൊക്കെ താല്പര്യം കാണിക്കുമ്പോൾ മാത്രമേ നമുക്ക് കുറേ കൂടി ആഴമുള്ള ദൈവാനുഭവം ഉണ്ടാവും. ക്രിസ്മസ് ആഴമുള്ളൊരു അനുഭവമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കരോളൊക്കെ പാടി ഡ്രമ്മൊക്കെ കൂട്ടി തീർക്കാവുന്ന ക്രിസ്മസ് മാത്രമായി മാറും. അതുകൊണ്ട് ശ്രദ്ധയോടിരിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ. ഇത് വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു. ഒരു ട്രാൻസിഷൻ ഈശോയ്ക്ക് സംഭവിച്ചു. ഈശോ അതുവരെ ഉണ്ടായിരുന്ന ജീവിത നിലപാടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈശോയുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചു. ഈ മാറ്റമാണ് ക്രിസ്തീയ ദാരിദ്ര്യം. ഈ മാറ്റമാണ് ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ടത്. ഇത് ചെരുപ്പിടാതെ നടക്കുന്നതോ കീറിയ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നതോ അല്ല, മറിച്ച് ഒരു നിലപാടിൻ്റെ മാറ്റമാണ്. ഇത് ഒരു ജീവിതശൈലിയുടെ മാറ്റമാണ്. ഇതൊരു മനോഭാവത്തിൻ്റെ മാറ്റമാണ്. ഇത് ഉൾക്കൊള്ളുമ്പോൾ ദാരിദ്ര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ നിങ്ങളുടെയും മനസ്സിൽ സംഭവിക്കേണ്ട ഒരു മാറ്റമാണ്. ഇത് ഈശോയ്ക്ക് സംഭവിച്ചു. എൻ്റെ കാരണം എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ഈശോ 30 വർഷം കണ്ട ഒരു ജനതയുണ്ട്. അവനൊരു തച്ചനായിരുന്നു എന്ന് പറയുമ്പോൾ തച്ചന്മാർക്കൊരു ഗുണമുണ്ട്. എന്നറിയാമോ? ഏത് വീട്ടിൽ കയറി ചെല്ലാം, രാജകൊട്ടാരത്തിലും ചെല്ലാം, ദരിദ്രൻ്റെ ആലയിലും വീട്ടിലും ചെല്ലാം. ഇതാണ് തച്ചന്മാരുടെ ഗുണം. എല്ലാ വീട്ടിലും പ്രവേശനമുള്ള ഒരാളാണ് തച്ചൻ. 30 വർഷം ഈശോ ഈ ഗ്രാമത്തിലൂടെ നടന്നപ്പോൾ ഈ പാവപ്പെട്ട ജനതയുടെ ജീവിതം കണ്ടറിഞ്ഞ് നേരിട്ടറിഞ്ഞ് മനസ്സിലാക്കിയൊരു സത്യമുണ്ട്. ഈ സത്യം തിരിച്ചറിഞ്ഞിട്ടാണ് ഈശോ ഇങ്ങനൊരു നിലപാടെടുത്ത്. എന്തായിരുന്നു ആ സത്യമെന്നറിയാമോ? അത് മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെ കാലത്തെ സൊസൈറ്റിയെ വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. യേശുവിൻ്റെ കാലത്തെ സമൂഹത്തെ ഈശോ കണ്ടത് ബൈബിളിൻ്റെ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ വ്യക്തമായിട്ട് ആ സൊസൈറ്റിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു ഉപമയിലൂടെ ഈശോ അവതരിപ്പിച്ചിട്ടുണ്ട് എന്താണ് ആ സൊസൈറ്റി. അതായത് ഈശോയുടെ കാലത്തെ ശ്രദ്ധിച്ച് കേൾക്കണം, എങ്കിലും മനസ്സിലാകുകയുള്ളൂ ഈശോ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിലപാടെടുത്തത്. അല്പം പണവും നിലയും വിലയും ഒക്കെ ഉണ്ടായിരുന്ന ഈശോ എന്തുകൊണ്ടാണ് എനിക്കൊന്നുമില്ല, തല ചായ്ക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ആ സൊസൈറ്റിയിൽ അവൻ നേരിട്ടറിഞ്ഞ, ആ സമൂഹത്തിൽ അവൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരുപടി ആൾക്കാരുണ്ടായിരുന്നു. അത് സമൂഹത്തിലെ വലിയ ഒരു ഗ്രൂപ്പായിരുന്നു, വലിയൊരു സമൂഹം. ഈ സമൂഹം ഇങ്ങനെയായിരുന്നു. ഏറ്റവും മുകളിൽ രാജാവ്. അതാണ് ഹെറോദേസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ഗവർണർ, റോമ സീസർ അല്ലെങ്കിൽ സീസറിൻ്റെ രാജാക്കന്മാർ, ഗവർണർമാർ. അതിന് താഴെ ഒരു ഭരണവർഗമുണ്ട്, ഈ രാജാവിനെ സഹായിക്കുന്ന ഭരണവർഗം, ഗവേണിംഗ് ക്ലാസ്. ഈ ഭരണവർഗത്തിൻ്റെ താഴെയാണ് എല്ലായിടത്തെയും പോലെ അധികാര ദല്ലാളന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ there are the retainers of power. ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ചില ആളുകൾ. ആ കാലത്ത് നിയമജ്ഞരും ഫരീസയരും പുരോഹിതവർഗവുമായിട്ട് ഒരുപിടി ആൾക്കാർ, ഈ പൊളിറ്റിക്കൽ പവറുള്ള ആളുകളുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അവരെ ചൊൽപ്പിടിക്ക് നിർത്തുന്ന അധികാര ദല്ലാളന്മാർ ഇന്നുമുണ്ട്, ഏത് ഭരണവർഗത്തിലുമുണ്ട്. അതിന് താഴെയായിരുന്നു വ്യാപാരികൾ, മർച്ചൻസ്, ബിസിനസ്മാൻ. ഈ വ്യാപാരികൾക്കും താഴെയായിരുന്നു കർഷകർ, കൃഷിക്കാർ. അവരാണ് ഫാമേഴ്സ്. ഈ കർഷകർക്ക് താഴെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ആർട്ടിസാൻസ്, ആശാരി, മൂശാരി, ഇങ്ങനെയുള്ള തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾ.
ശ്രദ്ധിക്കണം, ഈശോ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു. തൊഴിൽ അറിയാവുന്ന ഒരു കുടുംബത്തിലുള്ള ഒരാൾ. ഇതിന് താഴെ പ്രിയപ്പെട്ടവരെ ഒരു സമൂഹമുണ്ടായിരുന്നു. അവരായിരുന്നു ദരിദ്രർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യർ, ഓർഡിനറി പീപ്പിൾ, പുവർ പീപ്പിൾ, സാധാരണക്കാരായ ആളുകൾ. അതായത് ഈ കർഷകരുടെയും താഴെയുള്ള, ഈ തൊഴിലാളികളുടെയും താഴെയുള്ള ഒരു സമൂഹം, സാധാരണക്കാർ, ദരിദ്രരാണ്. എന്നാൽ ഈശോയുടെ കാലത്ത് ഇതിനും താഴെ വലിയൊരു സമൂഹമുണ്ടായിരുന്നു. ഈശോയുടെ കാലത്ത് ഇതിനും താഴെ അവരെ ഉപയോഗിക്കുന്ന അവർക്ക് പറയുന്ന പേരാണ് ടോക്കോസ് എന്നൊരു വാക്കാണ്. ടോക്കോസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡബിൾസ്. നമ്മുടെ ആ ഭാഷ ഉപയോഗിക്കാമെങ്കിൽ തെണ്ടികൾ എന്നൊരു വാക്ക് ഉപയോഗിക്കാമെങ്കിൽ തീർത്തും ദരിദ്രരായി മാറിയവർ. അവർക്ക് വീടില്ല, സ്ഥലമില്ല, ആരോഗ്യമില്ല, അവരെ ആരും ജോലിക്ക് വിളിക്കില്ല, അവർക്ക് പകർച്ചവ്യാധികൾ പെട്ടെന്നുണ്ടാകും, അവർ പിടിച്ചുപറിക്കാരാകും, അവർ വ്യഭിചാരികളാകും, അവർ സമൂഹത്തിൽ നിരന്തരം അടികൊള്ളാൻ വിധിക്കപ്പെട്ട അടിമവർഗം. ഇങ്ങനൊരു വലിയ സമൂഹമുണ്ടായിരുന്നു. സാധാരണ ദരിദ്രർ എന്ന വാക്ക് ഉപയോഗിക്കണമെങ്കിൽ പേനെസ് എന്നാണ് ഗ്രീക്ക് വാക്ക്, പേനെസ്. എന്നാൽ ഈശോ ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ആ ദരിദ്രർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തോക്കോസ് എന്നൊരു വാക്കാ, ദ എക്സ്പെൻഡബിൾസ്. അവരെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. ദൈവം മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ അവർക്കത് ബോധ്യപ്പെട്ടിട്ടുമില്ല. ദൈവത്തിന് പോലും ഞങ്ങളെ വേണ്ട, സിനഗോഗിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കപ്പെട്ടു, ചന്തയിലാണ് ഞങ്ങൾ കഴിയുന്നത്. ആ ഉപമയാണ് 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന മത്തായിയുടെ സുവിശേഷം. നിങ്ങൾക്ക് ആ ഉപമ അറിയാം. ഒരു മനുഷ്യന് മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ ജോലിക്കാരെ പല മണിക്കൂറിൽ 1-ാം മണിക്കൂറിൽ വിളിച്ചു, 3-ാം മണിക്കൂറിൽ വിളിച്ചു, 6-ാം മണിക്കൂറിൽ വിളിച്ചു, 9-ാം മണിക്കൂറിൽ വിളിച്ചു, 11-ാം മണിക്കൂറിലും ജോലിക്ക് വിളിക്കുന്ന ഒരു ഉപമയുണ്ട്. എന്ന് പറഞ്ഞാൽ 11-ാം മണി എന്ന് പറഞ്ഞാൽ വൈകിട്ട് 5 മണി, 1 മണിക്കൂർ ജോലി ചെയ്യാൻ കിട്ടത്തുള്ളൂ. അവൻ ഈ യജമാനൻ ചന്തയിൽ ചെന്നപ്പോൾ അലസരായി കുറേ നിൽക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അലസരായി ഇത്രയും നേരം ഈ ചന്തയിൽ നിൽക്കണേ? അപ്പോൾ അവർ പറയുന്നൊരു മറുപടിയുണ്ട്, യജമാനനെ, ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കുന്നില്ല, വേലയ്ക്ക് വിളിക്കാനുള്ള ആരോഗ്യം ഞങ്ങൾക്കില്ല, ഞങ്ങളെ ആർക്കും വേണ്ട, വേലയ്ക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം പോലും ഇല്ലാത്ത വെറുതെ തെരുവ് നായ്ക്കളെ കണക്ക് തെരുവിൽ മരിച്ചു വീഴാൻ, ചത്തു വീഴാൻ വിധിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹം പ്രിയപ്പെട്ടവർ അന്ന കാലത്തുണ്ടായിരുന്നു. ഇതാണ് ദരിദ്രർ എന്ന വാക്കിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഈശോ എന്ത് ചെയ്തെന്നറിയാമോ? ഈ സമൂഹത്തിൻ്റെ തലങ്ങളിൽ നിന്ന്, അവൻ്റെ ഈ ആശാരി മൂശാരി അല്ലെങ്കിൽ ഈ ആർട്ടിസാൻ തലത്തിൽ നിന്ന് അവൻ തീരുമാനമെടുത്തു, ഞാൻ ഇന്നു മുതൽ ഈ ആളുകളുടെ പക്ഷം ചേരും, ഇന്നു മുതൽ ഞാൻ ഈ ആളുകളോട് ചേർന്ന് നിൽക്കും. ദൈവപുത്രനെടുത്ത ഈ തീരുമാനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അവരുടെ ഭൂമി ജന്മികളുടെ കൈകളിലായി. പണി ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. പണിയായുധങ്ങൾ പോലും അവർ പണയപ്പെടുത്തി. പട്ടിണിക്കോലങ്ങളായി ജീവിച്ച ഈ പാവപ്പെട്ട മനുഷ്യരോട് ദൈവപുത്രൻ ഒരു തീരുമാനമെടുത്തു, മനുഷ്യപുത്രനും ഇനി തലചായ്ക്കാൻ ഇടം വേണ്ട, മനുഷ്യപുത്രനും ഇനി തലചായ്ക്കാൻ ഇടം വേണ്ട. ഈ നിലപാടിൻ്റെ പേരാണ് ദാരിദ്ര്യം. എനിക്ക് ഇങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ തോന്നുന്ന, അവരോട് പക്ഷം ചേരാൻ, അവരോട് തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ എനിക്ക് തോന്നുന്ന ഈ മനോഭാവമുണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യം. ഇതാണ് ക്രിസ്തീയ ദാരിദ്ര്യം. ഇതൊരു നിലപാടാണ്, ഇതൊരു മനോഭാവമാണ്. അവരോടൊപ്പം ഇറങ്ങി നിൽക്കാൻ ഞാൻ കാണിക്കുന്ന മനോഭാവത്തിൻ്റെ പേരാ ദാരിദ്ര്യം. അല്ലാതെ ചെരുപ്പിടാതെ നടക്കുന്നതോ കീറിയ തുണി എടുക്കുന്നതൊന്നുമല്ല. ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. ബോധപൂർവം അവൻ ഈ പാവങ്ങളുടെ തലത്തിലേക്ക് താണു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. അതുകൊണ്ടാണ് അവനെ കുരിശിൽ തറച്ചപ്പോൾ അവൻ്റെ കുരിശിൽ എഴുതി വെച്ചു, INRI, ജീസസ് ദ നസറേൻ,
കിങ് ഓഫ് ജ്യൂസ്, യഹൂദരുടെ രാജാവ് ഇവനാണ്, നസ്രേന യേശു എന്ന് എഴുതി വെക്കാൻ കാര്യം എന്താണെന്നറിയാമോ? ഈ വലിയ ഒരു അധകൃത വർഗത്തെ, അവർണരായിട്ടുള്ള ഈ വർഗത്തെ, ഗണികകളുടെയും ചുങ്കക്കാരുടെയും ഈ സമൂഹത്തെ അവൻ കൂടെ കൊണ്ട് നടന്ന് അവരുടെ ചങ്ങാതിയായി, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, അവരോടൊരു പക്ഷം ചേരാൻ തുടങ്ങി. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ദാരിദ്ര്യം. ഇപ്പം ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുമ്പോൾ ഈ പക്ഷം ചേരുന്ന വിപ്ലവം എന്ന് പറയുന്നത് മനസ്സിലുണ്ടാകേണ്ട മാറ്റം. നമ്മൾ മുതിർന്നവരോടും വലിയവരോടുമൊക്കെ വളരെ പെട്ടെന്ന് ക്ഷമിക്കും. പക്ഷേ നമ്മളിൽ താണവരോട് ക്ഷമിക്കാൻ നമുക്ക് പാടാ. അവരോട് പക്ഷം ചേരാനും നമുക്ക് മടിയാ, കഴിയുന്നത്ര ഒഴിവാക്കും. ക്രിസ്മസ് അല്ലത്, ക്രിസ്മസ് അല്ല. ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ ദാരിദ്ര്യം ഒരു ശാപമാണെന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ദാരിദ്ര്യം എന്ന് പറയുന്നത് പൈസ ഇല്ലാത്തവർ മാത്രമല്ല, പൊളിറ്റിക്കൽ പോവർട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ദാരിദ്ര്യം, രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ആളുകളുണ്ട്. ആരും അവർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാനില്ലാത്തവരുണ്ട്. ഇന്റലക്ച്വൽ പോവർട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തതല്ല, ബുദ്ധി ഉപയോഗിക്കാതെ നടക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇന്റലക്ച്വൽ പോവർട്ടി, മാനസിക ബലമില്ലാത്തവരുണ്ട്. തൊട്ടതിന് പിടിച്ചതിനൊക്കെ കരയുന്നവര്, മനസ്സുകൊണ്ട് ഇടിഞ്ഞു പോകുന്നവരുണ്ട്. ആത്മീയ ദാരിദ്ര്യമുണ്ട്, ഇടറിപ്പോകുന്നവരുണ്ട്, പാപത്തിൽ കഴിയുന്നവരുണ്ട്. സാമ്പത്തിക ദാരിദ്ര്യമുണ്ട്, അക്ഷരാർത്ഥത്തിൽ പണമില്ലാത്തവരുണ്ട്. ഇതെല്ലാം കൂടി ഒരു മനുഷ്യനിൽ വന്നു ചേരുമ്പോൾ അവനിടുന്ന പേരാണ് തോക്കോസ്, ദരിദ്രൻ. ആ ദരിദ്രനെ നോക്കിയിട്ടാണ് ഈശോ പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുക്കുമ്പോൾ മറക്കരുത്, അവൻ നമ്മളെ നോക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ ഒരുപക്ഷെ പൈസ കാണും, മനസ്സിന് ബലമില്ല. ഒരുപക്ഷെ എന്നുണ്ടെങ്കിൽ വീട് കാണും, ബുദ്ധി വളർന്നിട്ടില്ലായിരിക്കും. ഒരുപക്ഷെ എന്നുണ്ടെങ്കിൽ സ്നേഹം കിട്ടാത്ത, പ്രോത്സാഹനം കിട്ടാത്ത നമ്മുടെയൊക്കെ ആളുകൾ ഒത്തിരി നന്മകളുള്ളവരാണ്. പക്ഷേ ഒരു വിഷയം, ഒരാളെ പ്രോത്സാഹിപ്പിക്കുകയില്ല, ഒരു നന്മ കണ്ട നന്നായിരിക്കുന്നു എന്ന് പറയില്ല. ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിൽ കഴിയുന്ന ആളുകളുണ്ട്. അവർ കൊതിക്കുന്നത് ഒരു പ്രോത്സാഹനം, ഒരു നല്ല വാക്ക്, ഒരു പുഞ്ചിരിയാ. ഈ ക്രിസ്മസ് അർത്ഥപൂർണമാകണമെങ്കിൽ ഒരു നിലപാടെടുക്കണം പ്രിയപ്പെട്ടവരെ. മനോഭാവമാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമം. അതിനാൽ നമ്മൾ ഈ ആരാധനയിൽ നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ ഒരു ബ്ലെസ്സിങ് എനിക്ക് തരണം, ആറ്റിറ്റ്യൂഡുകൾ മാറണം. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഈശോ എടുത്തതുപോലെ താഴേക്ക് ഇറങ്ങാനുള്ളൊരു മനസ്സാണ്. ഒരു പടി കൂടി നമുക്കൊന്ന് താഴോട്ടിറങ്ങി നിൽക്കാൻ ഈശോ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ആരാധന പൂർത്തിയാക്കാം.